ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ സംസാരിച്ച മെത്തേഡ് യൂസ് ചെയ്ത് ഒരു റിയൽ അക്കൗണ്ടിൽ ട്രേഡ് ഓട്ടോമേഷൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഒരിക്കലും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. ഇത് അത്ര പ്രാധാന്യമുള്ള സബ്ജക്റ്റാണ്. നമ്മൾ AI മാത്രം ഉപയോഗിച്ച് ഒരു ട്രേഡിങ്ങിന് ആവശ്യമായിട്ടുള്ള കോഡ് ജനറേറ്റ് ചെയ്യുമ്പോൾ വരാൻ സാധ്യതയുള്ള ബുദ്ധിമുട്ടുകളും അതിനുള്ള സൊല്യൂഷൻസുമാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ഇതിലിട്ടിരിക്കുന്നത് ഒരു ഗോൾഡിൻ്റെ ഒരു ട്രേഡിംഗ് ബോട്ടാണ്. അത് ഒരു പ്രോഫിറ്റബിൾ സ്ട്രാറ്റജി അല്ല, പക്ഷേ ഇതൊരു സ്കാൽപ്പിംഗ് ബോട്ടാണ്. പെട്ടെന്ന് ട്രേഡ് എടുക്കും. അപ്പോൾ ലൈവ് മാർക്കറ്റിൽ ഇത് എങ്ങനെ ബിഹേവ് ചെയ്യുമെന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഇത് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. AI യൂസ് ചെയ്യുമ്പോൾ AI മാത്രം യൂസ് ചെയ്ത് നമ്മൾ ട്രേഡിംഗ് ബോട്ടുകൾ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ട്രേഡിങ്ങിന് ആവശ്യമായ കോഡ് ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ വരാം. നമുക്ക് ആദ്യം കോണ്ടെക്സ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. അതായത് നമ്മൾ എന്താണ് ശരിക്കും ചെയ്യുന്നത്? നമ്മളൊരു സെറ്റ് ഓഫ് കണ്ടീഷൻസ് ഫുൾഫിൽ ആകുമ്പോൾ ഒരു ട്രേഡ് എടുക്കുന്നു, അതിനെ കമ്പ്യൂട്ടറിൻ്റെ ലാംഗ്വേജിലേക്ക് മാറ്റി കോഡാക്കി എടുത്തിട്ട് നമ്മളതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നു. അതാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ കുറേ കാലം മുമ്പ് വരെ ചെയ്യാൻ നമുക്കൊരു പ്രോഗ്രാമറുടെ സഹായം ആവശ്യമായിരുന്നു. അപ്പോൾ ആരാണ് ഈ പ്രോഗ്രാമർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ആസ് എ ഹ്യൂമൻ നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ ലാംഗ്വേജ് അറിയില്ല, കമ്പ്യൂട്ടറിന് നമ്മുടെ ലാംഗ്വേജ് ഇംഗ്ലീഷോ മലയാളമോ ഒന്നും അറിയില്ല. അപ്പോൾ ഇതിനിടയിൽ ഉണ്ടായിരുന്നൊരു ബ്രിഡ്ജാണ് അല്ലെങ്കിൽ ഒരു ട്രാൻസ്ലേറ്ററാണ് ഈ പ്രോഗ്രാമേഴ്സ് എന്ന് പറയുന്നത്. നമ്മളുടെ ലാംഗ്വേജിലുള്ള ട്രേഡ് ഐഡിയാസ് ഫോർ എക്സാമ്പിൾ നമ്മൾ പ്രോഗ്രാമേഴ്സിന് പറഞ്ഞു കൊടുക്കുന്നു. പ്രോഗ്രാമേഴ്സ് ഇതിനെ കമ്പ്യൂട്ടറിൻ്റെ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് നമ്മളുടെ പ്ലാറ്റ്ഫോമിൽ ഡിപ്ലോയ് ചെയ്യുന്നു. ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ AI കടന്നു വരവോടെ എന്താണ് സംഭവിച്ചത്? സ്വന്തമായിട്ട് കോഡ് ചെയ്യാൻ പാകത്തിനുള്ള AI ടൂൾസ് വന്നു കഴിഞ്ഞപ്പോൾ ഈ പ്രോഗ്രാമേഴ്സ് റീപ്ലേസ് ആയി AI ടൂൾസ് ഉപയോഗിച്ച്. അതായത് ഇപ്പോൾ ഒരു 10 പ്രോഗ്രാമേഴ്സ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ജോലി ഇപ്പോൾ 1-2 ആളുകളെയും AI ടൂൾസും ഉപയോഗിച്ച് ചെയ്യാമെന്നുള്ളൊരു അവസ്ഥയിലേക്ക് വന്നു. അതുകൊണ്ടാണ് വലിയ IT കമ്പനികളിൽ നിന്ന് ഒരുപാട് ആളുകൾക്ക് ലേ ഓഫ് വരികയും അവരുടെ ജോലി പോവുകയും ചെയ്യുന്നത്. നിങ്ങൾ കണ്ടു കാണും അങ്ങനെ ഒരുപാട് ന്യൂസുകളൊക്കെ. അപ്പോൾ അതിനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് പ്രോഗ്രാമേഴ്സിനെ AI ടൂൾസ് റീപ്ലേസ് ചെയ്തു. പ്രോഗ്രാമേഴ്സിനെ മാത്രമല്ല, പല മേഖലയിലുള്ള പല ജോലികളും ഇതുപോലെ AI വെച്ച് റീപ്ലേസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു ഫുൾ ട്രേഡിംഗ് ഓട്ടോമേഷൻ AI മാത്രം റിലേ ചെയ്ത് വരുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇവിടെ ഉള്ളത്? AI ട്രേഡിങ്ങിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ഇല്ല. അപ്പോൾ അതൊരു ലാംഗ്വേജ് മോഡലാണ്. അപ്പോൾ അതിന് പ്രോപ്പറായിട്ട് എങ്ങനെ ട്രേഡ് ചെയ്യാം എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് കോഡിലേക്ക് റിപ്ലിക്കേറ്റ് ചെയ്യാൻ മാത്രമാണ് AI പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞു കൊടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ AI ഹാലൂസിനേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഹാലൂസിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സാധാരണ ChatGPT ഒക്കെ യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും കോണ്ടെക്സ്റ്റിൽ ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഇത് പറയുന്നത്. പിന്നെ നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ടോപ്പിക്കിലേക്ക് കോൺവെർസേഷൻ കൊണ്ടുപോകുന്നത് കണ്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്ത ഏതെങ്കിലും ഒരു വേർഡിനെ ചുറ്റിപ്പറ്റി നമ്മളുടെ മെയിൻ ടോപ്പിക്കിൽ നിന്ന് മാറിപ്പോകുന്നത് കണ്ടിട്ടുണ്ടാവും. ഈ പ്രശ്നം നമ്മൾ കോഡ് ചെയ്യുന്ന സമയത്തും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് ബേസിക്കലി ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് മനസ്സിലാകില്ല എന്നുള്ള കോണ്ടെക്സ്റ്റിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇൻ ദാറ്റ് കേസ് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാകും ഇതിനകത്ത് ഞാൻ ഉദ്ദേശിക്കാത്ത പല കാര്യങ്ങളും വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ അത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അതൊരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. അതൊരു ലിമിറ്റേഷനാണ്. പിന്നെ AI നമ്മൾ കൊടുക്കുന്ന ലോജിക്കുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലിമിറ്റേഷൻസ് എങ്ങനെ മറികടക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു പ്രോഗ്രാമറിനെ സംബന്ധിച്ചൊരു പ്രോഗ്രാമർ നമ്മളുടെ ലോജിക്ക് കൈകാര്യം ചെയ്യണമെങ്കിൽ ആ പ്രോഗ്രാമർക്ക് അറിയാം ഇന്ന ലോജിക്ക് ഇന്ന സ്ഥലത്താണുള്ളത്. ഇപ്പോൾ ഈ ഒരു പ്രശ്നമാണ് ഇങ്ങനെ ഒരു എറർ വരാൻ കാരണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് വരാൻ കാരണം. അതുകൊണ്ട് ഇയാൾക്ക് ഡയറക്റ്റ് ഈ ഒരു സെഗ്മെൻറ്റിൽ പോയിട്ട് ആ ഒരു എറർ ക്ലിയർ ചെയ്യാൻ എളുപ്പമാണ്. പക്ഷേ കോഡിങ് അറിയില്ലാത്ത ഒരാളെ സംബന്ധിച്ച്, ഫുള്ളി AI റിലേ ചെയ്ത് കോഡ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഇങ്ങനത്തെ ഒരു പ്രോസസ്സ് നടക്കില്ല. അത് നമ്മൾ പലപ്പോഴും ലൈവ് മാർക്കറ്റിൽ ഡിപ്ലോയ് ചെയ്ത് നോക്കിയിരിക്കുമ്പോഴാണ് അങ്ങനെ എന്തെങ്കിലും എറർ സംഭവിച്ചതെന്ന് പോലും നമുക്ക് മനസ്സിലാത്തുള്ളൂ. അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു പ്രശ്നങ്ങളെ എങ്ങനെ നമുക്ക് മറികടക്കാം? അതിന് ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ ഒരു സ്ട്രാറ്റജി ചിന്തിച്ച് തുടങ്ങുന്നത് മുതൽ അതൊരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള വേ വേണം ചിന്തിച്ച് തുടങ്ങാൻ. അപ്പോൾ എന്താണ് സ്ട്രക്ചേർഡ് വേ? നമുക്ക് നോക്കാം. നമുക്കൊരു മൂവിങ് ആവറേജിൻ്റെ എക്സാമ്പിൾ എടുത്തിട്ട് നമുക്ക് ഈ സംഭവം പറയാം. അപ്പോൾ ഈ ഒരു മൂവിങ് ആവറേജ് യൂസ് ചെയ്ത് നമ്മളൊരു സ്ട്രാറ്റജി ലോജിക്ക് ഉണ്ടാക്കണം. അപ്പോൾ ഈ മൂവിങ് ആവറേജ് താഴോട്ട് ക്രോസ് ചെയ്യുമ്പം സെല്ല് ചെയ്യണം എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ലോജിക്ക്. അപ്പോൾ ഇതിനെ കമ്പ്യൂട്ടറിന് മനസ്സിലാക്കുന്ന ഭാഷയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് 3-4 കാര്യങ്ങൾ ആവശ്യമാണ്. നമുക്ക് ഇൻപുട്ട് വേണം, ഏത് ടൈം ഫ്രെയിമാണ്, ഏത് മൂവിങ് ആവറേജ് ആണ്, ലോഡ് സൈസ് എത്ര വേണം, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇൻപുട്ടായിട്ട് വേണം. പിന്നെ നമുക്ക് വേണ്ടത് ലൈവ് മാർക്കറ്റ് ഡേറ്റയാണ്. ചാർട്ട് എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, പ്രൈസ് എത്രയാണ്, ലാസ്റ്റ് ക്യാൻഡിൽ, ക്ലോസ്, ഓപ്പൺ, പിന്നെ നമ്മുടെ ആവശ്യമായിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഇൻ ദിസ് കേസ് നമ്മുടെ മൂവിങ് ആവറേജിൻ്റെ വാല്യൂ എത്രയിലാണ് വരുന്നത്, ഇത്രയും കാര്യങ്ങൾ വേണം. പിന്നെ നമുക്ക് ഒരു എക്സിക്യൂഷൻ ഏരിയ, ലോജിക്കൽ ഏരിയ വേണം. ഏത് കണ്ടീഷൻ ഫുൾഫിൽ ആകുമ്പോഴാണ് ട്രേഡ് എടുക്കേണ്ടത്,
എങ്ങനെ അതിനെ മാനേജ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണ് ഈ പറയുന്ന ട്രേഡ് ഐഡിയ ആയിട്ട് നമുക്ക് വേണ്ടത്. പിന്നെ വേണ്ടത് ഒരു ലോജിക്കൽ പാർട്ടാണ്. ഈ ലോജിക്കൽ പാർട്ടിൽ ആണ് ഈ പറയുന്ന എങ്ങനെയാണ് ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്കിതിൽ വേണം. ഈ ഇത്രയും കാര്യങ്ങൾ വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് നമ്മൾ AI ഉപയോഗിച്ച് കോഡിങ്ങിലേക്ക് കൊണ്ടുവരുവാണെങ്കിൽ നമുക്കിത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. നമ്മളൊരു ഇൻപുട്ടിന് വേണ്ടിയിട്ട് ഒരു മോഡ്യൂളായിട്ട് ചിന്തിച്ചു തുടങ്ങാം. നമുക്ക് ഇൻപുട്ട് എന്തൊക്കെ വേണം, ആദ്യം നമ്മൾ അത് ഡിസൈഡ് ചെയ്യുക. എന്തൊക്കെ ഇൻപുട്ടുകളാണ് നമുക്ക് വേണ്ടത്, മൂവിങ് ആവറേജ്, ലോഡ് സൈസ്, പിന്നെ വേറെ എന്തൊക്കെ ടൈം ഫ്രെയിം, അങ്ങനെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇൻപുട്ട് എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റിൽ നമുക്ക് ചിന്തിച്ചു തുടങ്ങാം. പിന്നെ നമുക്ക് വേണ്ടത് ലൈവ് ഡേറ്റയാണ്. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ചാർട്ടിൽ നിന്ന് എടുത്തോളും. ക്യാൻഡിൽ പ്രൈസ്, ഇൻഡിക്കേറ്റർ വാല്യൂസ്, അങ്ങനെ നമുക്ക് നമ്മുടെ സ്ട്രാറ്റജി എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ട ലൈവ് മാർക്കറ്റിലെ ഡേറ്റകൾ. അതാണ് രണ്ടാമത്തെ സെഗ്മെൻറ്റ്. അപ്പോൾ നമ്മളിത് ആദ്യമേ ഡിസൈഡ് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇൻപുട്ട് കൊടുക്കും, ഇത്രയും കാര്യങ്ങൾ നമുക്ക് മാർക്കറ്റിൽ നിന്ന് അല്ലെങ്കിൽ ചാർട്ടിൽ നിന്ന് കിട്ടും. പിന്നെ നമുക്ക് വേണ്ടത് ട്രേഡ് ഐഡിയ ആണ്. ഈ ട്രേഡ് ഐഡിയ നമ്മൾ ഓൾറെഡി മറ്റേ ഇതിൻ്റെ കേസിൽ പറഞ്ഞു. ഈ മൂവിങ് ആവറേജ് താഴോട്ട് ക്രോസ് ആകുമ്പോൾ നമ്മൾ ട്രേഡ് എടുക്കും, മുകളിലോട്ട് ക്രോസ് ആകുമ്പോൾ നമ്മൾ ട്രേഡ് എടുക്കും. ബാക്കിയൊക്കെ റിസ്ക് റിവാർഡൊക്കെ വെച്ചിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. അതാണ് ട്രേഡ് ഐഡിയ. പിന്നെ നമുക്ക് വേണ്ടത് ഈ ഒരു പ്രോഗ്രാമിങ്ങിൻ്റെ ഒരു കേസിൽ ലോജിക്കൽ പാർട്ട്. ഈ ലോജിക് എന്ന് പറയുന്നത് ഈ ട്രേഡിംഗ് ലോജിക് അല്ല, പക്ഷേ ഈ ലോജിക്കൽ പാർട്ടാണ് ചെക്ക് ചെയ്യുന്നത്. എന്തൊക്കെ ഇൻപുട്സ് ആണുള്ളത്, ഈ ലൈവ് ഡേറ്റയിൽ വരുന്ന കാര്യങ്ങൾ ഈ ട്രേഡ് ഐഡിയയുമായിട്ട് മാച്ച് ആവുന്നത് എപ്പോഴാണ്, ഇങ്ങനത്തെ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതാണ് ലോജിക്കൽ പാർട്ട്. അപ്പോൾ ഈ ലോജിക്കൽ പാർട്ട് ചെയ്യുന്നത് ഇൻപുട്സ് എടുക്കുന്നു, ലൈവ് ഡേറ്റ എടുക്കുന്നു, ട്രേഡ് ഐഡിയ ആയിട്ട് ഇതിനെ മാച്ച് ചെയ്ത് ബൈ ആവാനുള്ള കണ്ടീഷൻ വന്നോ, മൂവിങ് ആവറേജിനെ പ്രൈസ് ക്രോസ് ചെയ്തോ, ക്യാൻഡിൽ ക്ലോസ് ആയോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നു. പ്ലസ് SL എവിടെയാണ്, TP എവിടെയാണെന്നുള്ള കാര്യങ്ങൾ ഇതിൽ നോക്കിയിട്ട് ലോജിക്കൽ പാർട്ട് എക്സിക്യൂഷനിലേക്ക് കൊണ്ടുവരുന്നു. ഇങ്ങനെയാണ് ഏറ്റവും ബേസിക് ആയിട്ട് ഒരു കമ്പ്യൂട്ടർ ലാംഗ്വേജ് വർക്ക് ചെയ്യുന്നത്. അതിപ്പോൾ എന്ത് വലിയ പ്രോഗ്രാമിംഗ് സംഭവങ്ങൾ തന്നെ ആയിക്കോട്ടെ, എത്ര വലിയ കോഡ് തന്നെ ആയിക്കോട്ടെ, അത് ഈ ഒരു മെത്തേഡിലാണ്, സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു ഇങ്ങനത്തെ ഒരു മെത്തേഡിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇത് ആദ്യം മനസ്സിലാക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഈ കഴ്സർ പോലെയുള്ള AI ടൂളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അത്ര ക്ലാരിറ്റിയോടെ കാര്യങ്ങൾ അതിൽ നിന്ന് നമുക്ക് ഔട്ട്പുട്ട് എടുക്കാൻ പറ്റും. ഈ ഒരു സംഭവം നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു 50% പ്രോബ്ലംസ് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും. പിന്നെ AIക്കും ചില പോസിറ്റീവ് ഘടകങ്ങളൊക്കെ ഉണ്ട്. പ്രോഗ്രാമറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, ഒരു ഹ്യൂമൻ പ്രോഗ്രാമറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ AIക്കും കുറേ പ്ലസ് പാർട്ടുകളുണ്ട്. അതായത് നമ്മൾ പ്രോഗ്രാം ടൈപ്പ് ചെയ്യുമ്പോൾ അതിനകത്ത് ഒരുപാട് സിൻടാക്സ് എററുകൾ വരാം. ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ഒരു കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ ഇതിൽ ഓരോ കുത്തും കോമയും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ മാനുവലി ഇത് ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കുമ്പോൾ ഈ സിൻടാക്സ് എററുകൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ലോജിക്കൽ എററും വരാം, പക്ഷേ ലോജിക്കൽ എററുകളേക്കാൾ കൂടുതൽ സിൻടാക്സ് എററുകൾ വരാനുള്ള സാധ്യതയാണ് കൂടുതൽ. അപ്പോൾ ഈ AI ഓൾറെഡി ഈ പറയുന്ന ഒരുവിധം പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, ഇപ്പോൾ കഴ്സറിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഓൾറെഡി ഇതിൻ്റെ എല്ലാ സിൻടാക്സ് കാര്യങ്ങളും ബാക്കി ഇതിൻ്റെ സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ ഇതിന് അറിയാം. അപ്പോൾ അങ്ങനത്തെ സിൻടാക്സ് എററുകൾ വരാനുള്ള സാധ്യത വളരെ കുറവാണ് നമ്മൾ AI ഉപയോഗിച്ച് ചെയ്യുമ്പോൾ. പ്രൊവൈഡഡ് നമ്മുടെ ഈ പറയുന്ന ലോജിക്കൽ എററുകൾ AI ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലുമാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ പ്രൊജക്റ്റുകൾ ചെയ്യാനും ഇത്തരം ട്രേഡ് ഐഡിയകൾ ഓട്ടോമേറ്റ് ചെയ്യാനും, എസ്പെഷ്യലി MT5ൻ്റെ കേസിൽ നമുക്ക് ഒരു ഫുൾ സ്റ്റാക്ക് പ്രോഗ്രാമറുടെ ആവശ്യമില്ല. നമ്മളൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ, കുറച്ചൊക്കെ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാൻ ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ ഒരു എഫക്റ്റീവായിട്ടുള്ള രീതിയിലേക്ക് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മൾ വീഡിയോസ് കണ്ടിട്ട് ഇത് ട്രൈ ഔട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ നമ്മൾ ചിന്തിച്ച് തുടങ്ങുന്നത് ഇങ്ങനെയുള്ളൊരു സ്ട്രക്ചേർഡ് മാനറിലാണെങ്കിൽ നമുക്കൊരിക്കലും മറ്റ് ഡിഫിക്കൽട്ടീസ് നേരിടേണ്ടി വരില്ല. ഇപ്പോൾ ഇതിനൊരു ലൈവ് എക്സാമ്പിൾ അറിയണമെങ്കിൽ നിങ്ങൾ ChatGPT ഉപയോഗിച്ചൊരു കോഡ് ജനറേറ്റ് ചെയ്തിട്ട് റൺ ചെയ്യാൻ നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് ഈ പറയുന്ന പ്രശ്നങ്ങൾ വരുന്നതെന്ന്. നമ്മൾ ആദ്യം തന്നെ കഴ്സർ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ലിമിറ്റേഷൻസ് നമുക്ക് മനസ്സിലാവില്ല. ChatGPT കാര്യം കഴ്സർ ഒരു കോഡിങ്ങിന് വേണ്ടി തന്നെയുള്ളൊരു ടൂൾ ആയതുകൊണ്ട്, ഇപ്പോൾ ChatGPT ഉപയോഗിച്ച് നമ്മൾ കോഡ് ചെയ്യുമ്പോൾ തന്നെ ഇപ്പോൾ പറഞ്ഞ പ്രശ്നങ്ങൾ എത്ര ഇമ്പോർട്ടൻ്റ് ആണ്, എത്ര വലുതാണെന്ന് നമുക്ക് മനസ്സിലാവും. ഒരു നിസ്സാരമായിട്ട് ഈ ഒരു മൂവിങ് ആവറേജിൻ്റെ സ്ട്രാറ്റജി തന്നെ നമ്മൾ ChatGPT കോഡ് ചെയ്തിട്ടെടുത്ത് ടെസ്റ്റിനിടുമ്പോൾ അതിൽ വരുന്ന എററുകളുടെ എണ്ണവും ഒക്കെ ഒരുപാട് വലുത് ആയിരിക്കും. പിന്നെ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തിരിച്ച് നമ്മൾ ഈ ഒരു കോഡ് ChatGPT കൊടുക്കുമ്പോൾ അത് ആ എറർ കറക്റ്റ് ചെയ്യും, പക്ഷേ മറ്റ് പല എററുകളും ലോജിക്കൽ മിസ്റ്റേക്കുകളും വരുത്തിയിട്ടായിരിക്കും നമുക്ക് തിരിച്ചു തരുന്നത്. അങ്ങനെ ഒരു യൂസ് കേസ് ഉണ്ട്. പക്ഷേ കഴ്സർ പോലെയുള്ള പ്രൊഫഷണൽ കോഡിംഗ് ടൂളുകൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അതിന് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വളരെ കുറവാണ്. എന്നിരുന്നാൽ കൂടി ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. കാര്യം നമ്മൾ ബിൽഡ് ചെയ്യുന്നത് ഒരു ഫൈനാൻഷ്യൽ പ്രൊഡക്റ്റാണ്. അപ്പോൾ അതിൻ്റെ ആക്യുറസി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക. ഇനി പലർക്കും തോന്നുന്നുണ്ടാവും എന്തുകൊണ്ട് നമ്മൾ ഓട്ടോമേറ്റ് ചെയ്യണം, നമ്മൾ ഓട്ടോമേറ്റ് ചെയ്യാതെ തന്നെ മാനുവലി ട്രേഡ് ചെയ്താൽ പോരെ എന്നൊക്കെ.
അപ്പോൾ ആ ഒരു ടോപ്പിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ആളുകൾക്ക് തോന്നുന്ന ഒരു ടോപ്പിക്കായിരിക്കും. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കവർ ചെയ്യാം. ഇപ്പോൾ തൽക്കാലം നമുക്ക് ഇവിടെ നിർത്താം. ഈ ഒരു വീഡിയോ സീരീസ് ഇമ്പ്രൂവ് ചെയ്യാൻ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചേർക്കാം. നമുക്ക് പിന്നീട് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.